നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ് രാജു. അച്ഛാ, അച്ഛാ, അച്ഛാ. അയ്യോ അച്ഛാ, അച്ഛനെ നോക്കച്ഛാ. അയ്യോ അച്ഛാ, അച്ഛാ, രാജു. അയ്യോ അച്ഛാ, അച്ഛാ, അച്ഛാ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നീയോ? നിനക്കെന്താ വട്ടായോ? നീ എന്തിനാ എന്റെ കോളറി പിടിച്ച് വലിച്ചത്? നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്റെ മോതിരം കൈ നൂരിയത്? നിന്നെ അല്ലെങ്കിൽ വേണ്ട. ഇനി ഞാൻ തല്ലിയിട്ട് വേണം നീ വീട്ടിൽ ചെന്ന് അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ. സാർ എന്ത് വിചാരിച്ചാണോ എന്തോ. രാജു, ചേച്ചി ഒന്ന് തുറക്കോ? രാജു, ഇതൊന്ന് തുറക്കാൻ പറയൂ. രാജു, അച്ഛാ, അച്ഛാ. ഏയ് രാജു. യാമിനി, എല്ലാ ബാഗും എടുത്തല്ലോ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ? ഇല്ല. രാജു, ചേച്ചി, അമ്പി ചേച്ചി, ഇതൊന്ന് തുറക്കാൻ പറയൂ. എന്താ അവിടെ? ഒന്ന് തുറക്കോ? അയ്യോ, അച്ഛാ, എന്തു പറ്റി പ്രതാപ? ഇതൊന്ന് പ്രതാപേട്ടാ, പറയൂ. ഋതു. അയ്യോ, വേഗം തുറക്കാൻ പറയൂ. എന്താ രാജു, ലിഫ്റ്റിനുള്ളിൽ പ്രതാപൻ. സർ, വേഗം നോക്കൂ രാജു. രാജു, സർ, എന്താ സംഭവിക്കുന്നത്? അച്ഛാ, സർ, ഇതൊന്ന് വേഗം തുറക്കാൻ പറയൂ. അച്ഛാ. രാജു, സർ, പ്രതാപ, ഞാനിവിടെ ഉണ്ട് സർ. നീ പേടിക്കണ്ട പ്രതാപ. കൊണ്ടുവരുന്നേ. രാജു, നീ വേഗം ആരെങ്കിലും വിളിക്ക്. രാജു, സർ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നോ ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. രാജു, എന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും വേഗം തുറക്കാൻ പറയൂ. അതെ, ഇവിടുത്തെ ലിഫ്റ്റ് ഓപ്പറേറ്റിംഗ് റൂം ഏതാ? താഴത്തെ ഫ്ലോറിലാണ് സർ. ഇതൊന്ന് നോക്കണേ. ശരി സർ. രാജു, എനിക്ക് ശ്വാസം മുട്ടുന്നു. അച്ഛാ, ശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്തൊരു കഷ്ടം. ഒന്ന് പെട്ടെന്ന് തുറക്കോ. ചേട്ടാ, 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 എണീക്കട്ടാ. ചേട്ടാ, ചേട്ടാ, ശ്ശേ. ചേട്ടാ. സെക്യൂരിറ്റി, എഴുന്നേക്കണോ? സർ, ഇയാള് ഫുൾ തണ്ണിയാണെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. അയ്യോ പെട്ടു. ഇനിയിപ്പോ ആരെ വിളിക്കാം? സാർ, എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഒന്ന് പെട്ടെന്ന്. ലിഫ്റ്റിനുള്ളിൽ മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ മകളും കുടുങ്ങിയിരിക്കുക. അയ്യോ. സർ, മെക്കാനിക്കിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വിളിച്ച് പറയാം. എനിക്ക് ശ്വാസം മുട്ടുന്നു. ശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, യാമിനി, പ്രതാപ, നിനക്കൊന്നും സംഭവിക്കില്ല. രാജു, ചേച്ചി, അമ്പി ചേച്ചി. രാജു നോക്കാൻ പോയിട്ടുണ്ട്. അച്ഛാ, ഒരല്പസമയം കൂടി. ഇവിടെ ഓക്സിജൻ ഉണ്ട് അച്ഛാ. ഇത് അച്ഛന്റെ തോന്നല. അച്ഛൻ പേടിക്കണ്ട. അച്ഛൻ പേടിക്കാതെ. തുടരുത്. രാജു, രാജു, രാജു. അയ്യോ, എന്റെ സഹോദരന് ശ്വാസം കിട്ടുന്നില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്. അയ്യോ അച്ഛാ, തുടരുത്. ഒന്നും സംഭവിക്കില്ല അച്ഛാ. അയ്യോ അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ? അച്ഛാ, അച്ഛാ, അയ്യോ അച്ഛാ, അച്ഛനെ നോക്കച്ഛാ. അയ്യോ അച്ഛാ, അച്ഛാ കണ്ണു തുറക്കച്ഛാ. മോളെ, അച്ഛാ, പേടിക്കല്ലോ. രാജു, ചേച്ചി, അച്ഛാ, അച്ഛാ, അയ്യോ അച്ഛാ, അയ്യോ അച്ഛാ, രാജു, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അയ്യോ അച്ഛാ, അച്ഛാ, അയ്യോ അച്ഛാ, രാജു, അച്ഛാ പേടിക്കണ്ട. അച്ഛാ, അച്ഛാ, അയ്യോ അച്ഛാ, പ്രതാപ, നീ പേടിക്കല്ലേ. അച്ഛാ, 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 സമാധാനായിട്ടിരിക്കെ. രാജു ഇത് എവിടെ പോയി? മോളെ, രാജു, അച്ഛന് തീരെ വയ്യ. അച്ഛാ, അവനിപ്പോ ശരിയാക്കും. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ് രാജു. അച്ഛാ, അച്ഛാ, അച്ഛാ. അയ്യോ അച്ഛാ, അച്ഛനെ നോക്കച്ഛാ. അയ്യോ അച്ഛാ, അച്ഛാ, രാജു, അയ്യോ അച്ഛാ, അച്ഛാ, അച്ഛാ. അച്ഛാ, അച്ഛാ, അയ്യോ പേടിക്കല്ലേ, അവനിപ്പോ ശരിയാക്കും. പ്രതാപ,
അയ്യോ സർ, രാജു സർ ഞാൻ മെക്കാനിക്കിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്തും. സാർ പേടിക്കണ്ട. അച്ഛ 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 അയ്യോ എന്താ ചേച്ച അച്ഛ 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 ലിഫ്റ്റ് ഓണായി. അച്ഛ അച്ഛ കണ്ണു തുറക്കച്ഛ. അച്ഛ അച്ഛ ഒന്നുമില്ല അച്ഛ. അച്ഛ 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 ഒന്നുമില്ല അച്ഛ. പ്രതാപ ചെറിയമ്മ രാജു രാജു മാറിക്ക്. പതുക്കെ അച്ഛ ഒന്നുമല്ല പ്രതാപ രാജു വേഗം സർ, പ്രതാപ ഇവിടെ ഇരിക്ക് സർ. ഇരിക്കെ പതുക്കെ. അയ്യോ രാജു വേഗം കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. പ്രതാപ വേഗം കൊണ്ടുപോക. കുടിക്കേ. എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ടോ? സത്യമായിട്ടും ദൈവമുണ്ട് ചേച്ചി. സാറിനെയും മാഡത്തിനെയും ഒന്നും സംഭവിക്കാതെ ദൈവം മടക്കിക്കൊണ്ടുവന്നല്ലോ. സർ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഏയ് എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല രാജു. നമുക്ക് വീട്ടിലേക്ക് പോവാം. പതുക്കെ. വരൂ സർ. സർ, പതുക്കെ. നിന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ മാറിയോ ദീപക്കെ? ചെറിയൊരു ആശ്വാസം കിട്ടിയമ്മേ. അമ്മാവനെ കൈനീട്ടി അടിച്ചതല്ലേ, ഇത്രയെങ്കിലും കൊടുത്തല്ലോ എന്ന് ഓർക്കുമ്പോ ചെറിയൊരു ആശ്വാസം. തീർന്നിട്ടില്ല. എന്റെ ദേഹം നോവിച്ച രാജുവിനുള്ളതും ഞാൻ പിന്നാലെ കൊടുത്തോളാം. പിന്നെ അവള് രാജുവിന്റെ അയൽവാസി പെണ്ണ്, അവളെ എന്റെ കൈ കിട്ടും. സർ. രാജു ഹലോ, ഈ പച്ച സാർ. വർമ്മ സാറല്ല, രാജുവാ. സാർ അല്പം തിരക്കില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. പ്രതാപ കുറച്ച് വെള്ളം കുടിക്കേ. ദിവ്യേ കുറച്ച് വെള്ളം ഇങ്ങോട്ടെ. ചേച്ചി എനിക്ക് വെള്ളമൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞു എങ്ങനെയാ പ്രതാപ? നീ വെള്ളം കുടിക്കേ, ഡോക്ടർ ഇപ്പൊ വരും. ആ ഡോക്ടർ വന്നല്ലോ. വരൂ, ഇരിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.